അപ്പോൾ നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു മനോഹരമായ ഒരു വീടാണെന്ന് പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളത് ഈ കാണുന്ന വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വളരെ എലിഗൻ്റായിട്ട് നിർമ്മിച്ച ഒരു വീടാണിത്. ഒരു വെസ്റ്റേൺ യൂറോപ്യൻ മിക്സ് കണ്ടംപററി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. വീട് ഈ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായ ഒരു എലിവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും ജസ്റ്റ് ഒരു 200 മീറ്റർ മാത്രം നമുക്ക് സഞ്ചരിച്ചാൽ ഈ വീട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്നും 5 കിലോമീറ്ററാണ് ഈ വീട് വരെയുള്ള ദൂരം. 4 സെൻറ്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച് ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായ ഒരു 30ഓളം വീടുകൾ ഉൾപ്പെടുന്ന ഒരു വില്ലയിലാണ് ഈ വീട് ഉൾപ്പെടുന്നത്. പണി തീർന്നതും പണി നടന്നുകൊണ്ടിരിക്കുന്നതുമായ 30ഓളം വില്ലകളാണ് ഈ വീട്ടിൽ വരുന്നത്. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ എൻട്രൻസ് നൽകിയിരുന്ന റോഡ്. 5 മീറ്റർ റോഡാണ് മെയിൻ റോഡിൽ നിന്ന് ഈ വീട് വരെ നമ്മൾ നൽകിയിട്ടുള്ളത്. ടാർ ചെയ്യാനായിട്ടുണ്ട്. മഴയായതുകൊണ്ട് ഒത്തിരി ചെളിയും വെള്ളവും ഉണ്ടെങ്കിലും 5 മീറ്റർ റോഡാണ് ഈ വസ്തുവിലേക്ക് വരാനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എൻട്രൻസ് നോക്കാം. വളരെ മനോഹരമായ 15 അടിയുടെ ഒരു ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വലിയ വാഹനവും നമുക്ക് യാതൊരു തടസ്സവും കൂടാതെ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് വീടിൻ്റെ മനോഹരമായ സ്പേഷ്യസായ ഇൻബിൽറ്റായിട്ട് നൽകിയിട്ടുള്ള കാർ പാർക്ക്. ഇവിടെ നമുക്ക് വലിയ ഒരു വാഹനവും യാതൊരു തടസ്സവും കൂടാതെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ കാർ ഷെഡിന് സമീപത്തായിട്ട് നമുക്കൊരു മെയിൻ വാട്ടർ സോഴ്സായ കിണർ വരുന്നുണ്ട്. വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. തറ മുഴുവനായിട്ടും ഇൻ്റർലോക്ക് നൽകിയിട്ടുണ്ട്. മനോഹരമായ ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇതോടൊപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ 3 മീറ്റർ മുറ്റമാണ് വരുന്നത്. ഇവിടെയും മനോഹരമായ ഗാർഡനും പെപ്പിൾസൊക്കെ കൊണ്ട് മനോഹരമാക്കിയാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. വളരെ സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ മനോഹരമായ ക്ലാഡിംഗ് ടൈലും കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം 190 മനോഹരമായ ഒരു പ്ലാവിൻ്റെ ഡോറാണ് ഈ വീടിൻ്റെ എൻട്രൻസിന് നൽകിയിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായ ഡിസൈനൊക്കെ നൽകിയാണ് ഈ ഡോറ് നൽകിയിരിക്കുന്നത്. വളരെ വലിയ ഫർണിച്ചറൊക്കെ നമുക്ക് ഇതിനകത്ത് യാതൊരു തടസ്സവും കൂടാതെ കൊണ്ടുവരാനായിട്ട് കഴിയുന്ന രീതിയിലാണ് ഈ വാതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. വളരെ മനോഹരമായ രീതിയിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ നൽകിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലം. വളരെ സ്പേഷ്യസ് ആയ ഏത് വലിയ കോർണർ സോഫയൊക്കെ ഇടാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. പ്രകാശത്തിനായിട്ട് വളരെ വലിയ ഒരു ജനലും കർട്ടനും ഒക്കെ ഈ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പാറ്റിയോ ഈ സൈഡിൽ നൽകിയിട്ടുണ്ട്. മനോഹരമായ ബ്ലൈൻഡ്സ് ഒക്കെ കൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് എത്ര വലിയ സോഫയും നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ മനോഹരമായ ഒരു ഇൻറ്റീരിയറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. വളരെ ക്ലാസി ആയിട്ടാണ് ഈ ഓരോ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയറിൽ തന്നെ നമുക്ക് മാച്ച് ആവുന്ന രീതിയിൽ ക്രമീകരിച്ച ഒരു TV യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. എത്ര വലിയ TV നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. എടുത്തു പറയേണ്ട വലിയ പ്രത്യേകതകൾ തന്നെയാണ് ഈ വീടിൻ്റെ ഓരോ ഡിസൈനിലും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസിനും ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ എല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. വളരെ മോഡേൺ ടൈപ്പിലൊരു സ്റ്റെയർ ഇതിൻ്റെ സൈഡിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒരു മനോഹരമായ ഒരു രീതിയിൽ ക്രമീകരിച്ച ഇൻഡോർ പ്ലാന്റൊക്കെ നൽകിയ ഒരു ഏരിയ ആയിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ സൗകര്യം ഉള്ള രീതിയിൽ തന്നെയാണ് നമുക്കിത് ഓപ്പൺ സ്പേസ് ഒക്കെ നൽകിക്കൊണ്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ചെറിയ പെബിൾ യാർഡ് ഉൾപ്പെടുന്ന രീതിയിൽ ക്രമീകരിച്ച വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. വളരെ എലിഗൻ്റായ ലുക്കാണ് വീടിൻ്റെ ഓരോ ഭാഗത്തിനും നൽകിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട പ്രത്യേകത തന്നെയാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ എല്ലാം തന്നെ. കാണുന്ന പോലെ തന്നെ മനോഹരമായ സീലിംഗ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ വർക്കാണെങ്കിൽ തന്നെ സാധാരണ സ്റ്റെയറുകളിൽ നിന്നല്ല വ്യത്യസ്തമായിട്ട് വുഡൻ അയൺ കോംബോ ആയിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിലുള്ള ഇൻറ്റീരിയറും
എക്സ്റ്റീരിയറുമാണ് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് വരുന്നത്. ഇന്റീരിയർ എല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണുന്ന പോലെ മനോഹരമായ സീലിംഗ് ആണ് ഈ വീടിൻ്റെ ഈ വീടിൻ്റെ മോൾ ഭാഗത്തെല്ലാം നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച കബോർഡ്സ് ഇവിടെ നമുക്ക് കാണാം. ബ്യൂട്ടിഫുള്ളായ ഒരു മോഡേൺ ലുക്ക് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ കബോർഡ്സും ക്രമീകരിച്ചിട്ടുള്ളത്. അറ്റാച്ചായി തന്നെയാണ് ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് ഈ വീട്ടിൻ്റെ ബാത്റൂമുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്പേഷ്യസ് ആണ്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഹീറ്ററിൻ്റെ പ്രൊവിഷനും മിക്സറും ഈ ബാത്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ കിച്ചൻ്റെ വിശേഷങ്ങൾ നോക്കാം. മനോഹരമായ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഗ്ലാസ് വർക്കാണ് എൻട്രൻസിന് നൽകിയിരിക്കുന്നത്. ഒരു മോഡേൺ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു രീതിയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാൻ കഴിയുന്ന രീതിയിലാണുള്ളത്. ഒരു മോഡുലാർ കിച്ചനാണ് ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആയ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓപ്പൺ കിച്ചനാണ് വരുന്നത്. ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് നേരെ എൻ്റർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടുത്തെ കിച്ചൺ ക്രമീകരിച്ചിട്ടുള്ളത്. കൂടാതെ നമുക്കിതിൻ്റെ ഇൻബിൽട്ടായിട്ട് തന്നെ ഒരു ഓവൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പണായി തന്നെ ഒരു വർക്ക് ഏരിയയും ഇവിടെ നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ മാക്സിമം സ്ഥല സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഫാബറിൻ്റെ ഒരു കൺസീൽഡ് ഇലക്ട്രിക് സ്റ്റൗവും ഒപ്പം ക്രോംപ്ടൻ്റെ ഒരു 90 സെൻറ്റിമീറ്ററിൻ്റെ ചിമ്മിനിയും ഈ കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഇൻറ്റീരിയർ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. സ്റ്റെയറിൻ്റെ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുള്ള സീനറികളാണ് ഈ കാണുന്നത്. മനോഹരമായ ഹാങ്ങിങ് ലൈറ്റും ഫർഗോളയൊക്കെ ഉൾപ്പെടുത്തിയാണ് സ്റ്റെയറിൻ്റെ ഭാഗം നൽകിയിട്ടുള്ളത്. നമുക്ക് വളരെ എലിഗൻ്റായ ലുക്കാണ്, വളരെ ക്ലാസ് ലുക്കാണ് ഓരോ ഇൻറ്റീരിയറിനും ഈ വീടിന് നൽകിയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളും ഒരു ലിവിങ് ഏരിയയാണ് ക്രമീകരിച്ചുള്ളത്. കൂടാതെ മനോഹരമായ ഒരു ഓപ്പൺ ബാൽക്കണി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മുകളിൽ ഇവിടെ നമുക്ക് ടോപ്പിൽ ഒരു ഓട് ക്രമീകരിച്ചാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഹാങ്ങിങ് ലൈറ്റും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെളിച്ചത്തിനായിട്ട് ഫുൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോർ വരെയുള്ള ഒരു ഏരിയ മുഴുവനായിട്ടും ഗ്ലാസ്സാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് വെളിച്ചത്തിനെല്ലാം വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഇവിടുത്തെ ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ജനലുകളിലും ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട്. മനോഹരമായ ഒരു TV യൂണിറ്റ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെയും മുകളിലും മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച ലിവിങ് ഏരിയ ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത തന്നെയാണ്. ഇതാണ് ഈ വീടിൻ്റെ മനോഹരമായ ഒരു ഓപ്പൺ ബാൽക്കണി ഏരിയ. ഒരു രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഈ ഓപ്പൺ ബാൽക്കണിയും ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നോക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമായി ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഏരിയയാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇൻറ്റീരിയറിൻ്റെ വർക്കുകൾ കൊണ്ടും കബോർഡ്സിൻ്റെ വർക്കുകളെല്ലാം തന്നെ വളരെ ക്ലാസ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. കാണുന്ന പോലെ തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന രീതിയിൽ ക്രമീകരിച്ച ഒരു അലമാര നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സ്റ്റോറേജ് സ്പേസ് എല്ലാം വളരെ ലഭിക്കത്തക്ക രീതിയിലാണ്, ഒരു സ്ഥലം പോലും വേസ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് മറ്റൊരു ഏരിയ ഒരുക്കിയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഏരിയ ആയിട്ടാണ് ഈ ഭാഗമെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. ഇൻറ്റീരിയറിൻ്റെ പ്രത്യേകത നമ്മൾ താഴെയും മുകളിലുമൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ജനലിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കാനായിട്ടും ഒരു റീഡിങ് ഏരിയ ആയിട്ടോ ലാപ്ടോപ്പ് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വീടിൻ്റെ ഈ മാസ്റ്റർ റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റൂമിൽ നൽകിയിരിക്കുന്ന അറ്റാച്ച്ഡ് ബാത്റൂമാണ്. വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ബാത്റൂം ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 15x8 ഈ ബാത്റൂമിൻ്റെ വലിപ്പമായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. മനോഹരമായ ഒരു വാൾ മൗണ്ട്
ക്ലോസറ്റാണ് നൽകിയിട്ടുള്ളത്. 100% അന്തരീക്ഷത്തിൽ നിന്ന് പ്രകാശമൊക്കെ നമുക്കിവിടെ ലഭിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് ഫുൾ ഗ്ലാസ് കൊടുത്തുകൊണ്ടാണ് ബാത്ത് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തുള്ളി വെള്ളം നമുക്ക് ഈ പുറത്തുള്ള ഭാഗത്തേക്കൊന്നും വരാത്ത രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് വാഷ് ഏരിയ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച ഒരു വാഷ് ഏരിയ തന്നെയാണ് ഈ വീടിൻ്റെ ഈ റൂമിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതകളിൽ ഒന്ന്. വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഇതൊരു സാധാ ബെഡ്റൂമായി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇൻറ്റീരിയറും മറ്റുമൊക്കെ നൽകിക്കൊണ്ട് കബോർഡ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സ്പേഷ്യസ് ആയ രീതിയിൽ ക്രമീകരിച്ച ഒരു റൂം തന്നെയാണിത്. ഈ റൂമും അറ്റാച്ച് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കിവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കൂടെ വരുന്ന രീതിയിലാണ് ഈ കബോർഡ്സ് ക്രമീകരിച്ചിട്ടുള്ളത്. അറ്റാച്ച് തന്നെയാണ്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ നൽകിയ ഹീറ്ററിൻ്റെയും മറ്റും പ്രൊവിഷനൊക്കെ നൽകിക്കൊണ്ട് തന്നെ നിർമ്മിച്ച ഒരു ബാത്റൂമാണ് ഈ റൂമിന് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമാണിത്. ഇതൊരു സ്റ്റഡി റൂമായിട്ടും നമുക്ക് കൺവെർട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. അറ്റാച്ച് തന്നെയാണ്. 12x10 ആണ് ഈ റൂമിൻ്റെ വലിപ്പമായിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് മറ്റു റൂമിൽ നൽകിയിട്ടുള്ളത് പോലെ തന്നെ ജനലിൻ്റെ ഭാഗത്തും നമുക്ക് ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തി ഇരിക്കാനൊക്കെ കഴിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ലൈബ്രറി, ബുക്ക് ഷെൽഫായിട്ടൊക്കെ നമുക്ക് ആ സ്ഥലം ഉപയോഗപ്പെടുത്താം. അറ്റാച്ചായി തന്നെയാണ് ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത്. മനോഹരമായ ഒരു റൂം തന്നെയാണത്. എടുത്തു പറയേണ്ട പ്രത്യേകത ഈ റൂമും അറ്റാച്ച് തന്നെയാണ് എന്നുള്ളതാണ്. വളരെ എലിഗൻ്റായി പ്രീമിയം രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ വില്ലയുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. 4 സെൻറ്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് എഴുപ്പിച്ചിരിക്കുന്നത്. വളരെ എലിഗൻ്റായ രീതിയിൽ ക്രമീകരിച്ച് ഈ വീട് 2050 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 100% ലോൺ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.